അമ്മേ, ഉം. ഇന്ന് എന്ത് കഥയാ എനിക്ക് പറഞ്ഞു തരിക? ഇന്ന് എന്ത് കഥയാ മോന് പറഞ്ഞു തരേണ്ടത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ ഞാൻ താമരയുടെ കഥ പറഞ്ഞു തരാം. കണ്ണൻ മഹാവിഷ്ണുവിന്റെ രൂപം കണ്ടിട്ടില്ലേ? ആ ശംഖ് ചക്ര ഗദ പത്മധാരിയായാണ് വിഷ്ണു നിൽക്കുന്നത് അല്ലേ? ആ അതായത് വലത് കൈകളിൽ സുദർശന ചക്രവും ഗദയും ഇടത് കൈകളിൽ ശംഖും പത്മവും പിടിച്ചാണ് അല്ലേ? അതെ, പത്മം എന്ന താമരയാണെന്ന് അറിയില്ലേ കണ്ണന്? അറിയാം. ഈ പത്മം ആദ്യമെല്ലാം സ്വച്ഛമായ ശുദ്ധജലത്തിലാണ് വളർന്നിരുന്നത്. ചതുർഭുജനായ മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു പത്മം എന്നും ഉണ്ടാകും. ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കുവാനും ഗദയും ചക്രവും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടിയാണ് കരുതുന്നത്. എന്നാൽ പത്മമാകട്ടെ ഭക്തവാത്സല്യത്തിന്റെ ചിഹ്നമായാണ് ഭഗവാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ഈ വാസ്തവം താമരയ്ക്ക് അറിയില്ലായിരുന്നു. ഭഗവാന് ഒരു ഉപയോഗവുമില്ലാത്ത തന്നെ തന്റെ സൗന്ദര്യം കണ്ട് മതിപ്പ് തോന്നിയതിനാലാണ് ഭഗവാൻ എപ്പോഴും കയ്യിൽ കരുതുന്നതെന്നാണ് താമര തെറ്റിദ്ധരിച്ചിരുന്നത്. പത്മം താഴോട്ട് നോക്കിയപ്പോഴോ അതാ ഒരു ഭംഗിയുമില്ലാത്ത തുളസി ഭഗവാന്റെ കാൽക്കൽ കിടക്കുന്നു. ഇത് കണ്ട് അഹങ്കാരത്തോടെ താമര തുളസിയോട് ഇപ്രകാരം പറഞ്ഞു: ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ഭഗവാന്റെ കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്ന് കാണുക പോലും ചെയ്യില്ല. ഇത് കേട്ടിട്ടും തുളസി ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയോ? തുളസിക്ക് തന്റെ മഹത്വം നന്നായിട്ടറിയാം. ജന്മാന്തരങ്ങളുടെ പുണ്യത്താലാകും ആ തൃപ്പാദങ്ങളിൽ ചേർന്ന് പിടിക്കാനുള്ള സൗഭാഗ്യം തനിക്ക് ലഭിച്ചത്. അതിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന ആത്മാനന്ദം എന്തെന്ന് താമരപ്പൂവിന് അറിയില്ലല്ലോ. ഭഗവാൻ തന്നെ കാണുന്നില്ലെങ്കിലും ആ പാദസേവ ചെയ്യാൻ ലഭിച്ച സൗഭാഗ്യത്തെക്കുറിച്ചോർത്ത് തുളസി ആനന്ദിച്ചു. ആ ആനന്ദാശ്രു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പതിക്കുകയും ചെയ്തു. ഇതൊന്നും താമര ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം മഹാവിഷ്ണു അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ താമരയോട് ഇങ്ങനെ പറഞ്ഞു: സ്വച്ഛമായ ശുദ്ധജലത്തിലാണ് നീ വളരുന്നതെങ്കിലും നിന്റെ മനസ്സ് നിറയെ മാലിന്യമാണ്. അതിനാൽ ഇനി മുതൽ നീ ചെളിയിൽ വളരാൻ ഇടവരട്ടെ എന്ന്. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ താമരയെ തന്റെ കയ്യിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. തന്റെ അഹങ്കാരം തനിക്ക് തന്നെ വിനയാണെന്ന് അറിഞ്ഞ താമര പശ്ചാത്താപത്തോടെ ഭഗവാന് മുന്നിൽ അപേക്ഷിച്ചു. തന്റെ ഭംഗിയും സൗന്ദര്യവും എല്ലാം ഭഗവാൻ തന്നെയാണ് തനിക്ക് പകർന്നു നൽകിയതെന്ന സത്യം താമര അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ചെളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല. ഒരിക്കൽ എന്റെ ഭക്തനായ ഗജേന്ദ്രൻ ഭക്തിയോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എന്റെ കൈകളിൽ തന്നെ വന്നു ചേരും എന്ന വരവും ഭഗവാൻ താമരയ്ക്ക് നൽകി. ഭഗവാന് മുന്നിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും ഒരുപോലെയാണ്. ഈ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിന്റെ മായയാണ്. നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകിയത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ അഹങ്കാരം കാരണം നമ്മുടെ മുന്നിലുള്ളവർ നമ്മളെക്കാൾ ചെറിയവരാണെന്ന അഹംഭാവം മനസ്സിൽ ഉടലെടുത്താൽ തന്നതൊക്കെ ഭഗവാൻ അങ്ങ് തിരിച്ചെടുക്കും. അതിന് ഭഗവാൻ ഒരു നിമിഷം പോലും വേണ്ട. മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നല്ലേ പൂന്താനം തിരുമേനി എഴുതിയത്?